وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. أما بعد فإن خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل بدعة ضلالة. أيها الناس اتقوا الله عباد الله. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. يا أيها الناس إنا خلقناكم من ذكر وأنثى وجعلناكم شعوبا وقبائل لتعارفوا إن أكرمكم عند الله أتقاكم إن الله عليم خبير. الله أكبر الله أكبر الله أكبر الله أكبر ولله الحمد. സത്യവിശ്വാസികളെ വിശ്വാസിനികളെ, ത്യാഗത്തിൻ്റെയും സമർപ്പണത്തിൻ്റെയും അതിലുപരി ക്ഷമയുടെയും ഓർമ്മ പുതുക്കിയും കൊണ്ട് ഒരു ബലിപെരുന്നാൾ കൂടി സമാഗതമായിരിക്കുകയാണ്. ഖലീലുല്ലാഹി ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ ത്യാഗവും അദ്ദേഹത്തിന്റെ സമർപ്പണവും അദ്ദേഹത്തിന്റെ ക്ഷമയും അയവിറക്കിയും കൊണ്ട് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയിലൂടെ അതിന്റെ പരിസമാപ്ത വിജയം കൈവരിച്ച ഹജ്ജത്തുൽ വദാഇലെ പ്രഭാഷണം, ഹജ്ജത്തുൽ വിദാഇലെ റസൂലുള്ളാഹിയുടെ പ്രഭാഷണം, നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഖലീലുല്ലാഹി ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാം നിന്ന സ്ഥലത്ത് നിന്നുകൊണ്ട് ഇതാ ഞാൻ ഈ നിൽക്കുന്നത് എന്റെ വല്ലിപ്പയാകുന്ന ഖലീലുല്ലാഹ് നിന്ന മൗഖിഫിലാണ്, സ്ഥലത്താണ്. ഇവിടെ അടുത്ത കൊല്ലം നിങ്ങൾക്ക് എന്നെ കണ്ടില്ലെന്ന് വന്നേക്കാം. അതുകൊണ്ട് ശ്രദ്ധിക്കുക, നിങ്ങൾ ബുദ്ധി കൊടുത്ത് ആലോചിക്കുക, അല്ലാഹുവിനെ സൂക്ഷിക്കുക. മനുഷ്യരെ, ഇവിടെ കൂടിയ വിശ്വാസികളെ എന്നല്ല, ഓ മനുഷ്യരെ. എന്നിട്ട് ആ പ്രഖ്യാപനത്തിൽ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഒന്നാമതായി പറഞ്ഞ കാര്യം, ആജ്ഞാന കാലഘട്ടമാകുന്ന ജാഹിലിയ്യ കാലഘട്ടത്തിൽ ഉണ്ടായിരുന്ന മുഴുവൻ അന്ധവിശ്വാസങ്ങളും അനാചാരങ്ങളും ശിർക്കുകളും വേണ്ടാത്തരങ്ങളുമെല്ലാം തന്നെ ഇതാ ഈ നിൽക്കുന്ന എന്റെ കാൽപാദങ്ങൾക്ക് താഴെ ഞാൻ ഇതാ ചവിട്ടി താഴ്ത്തി മൂടിയിരിക്കുകയാണ്. അന്ധവിശ്വാസമാകുന്ന, അനാചാരമാകുന്ന, ശിർക്കാകുന്ന, കുഫ്റാകുന്ന എല്ലാം നിങ്ങൾ ജാഹിലിയ്യ കാലഘട്ടത്തിൽ, ആജ്ഞാന കാലഘട്ടത്തിൽ അനുവദിച്ചു പോന്ന, അനുഷ്ഠിച്ചു പോന്ന, വിശ്വസിച്ചു പോന്ന, പ്രവർത്തിച്ചു പോന്ന എല്ലാം ഇതാ ചവിട്ടി താഴ്ത്തപ്പെട്ടിരിക്കുകയാണ്. ഇനി അത് ഒന്നും തന്നെ നിങ്ങൾ വീണ്ടെടുക്കാൻ പാടില്ലാത്തതാണ്. ഇതാണ് റസൂലുള്ളാഹിയുടെ ഒന്നാമത്തെ പ്രഖ്യാപനം. രണ്ട്, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയാണ് ലോകത്ത് മനുഷ്യത്വത്തിനും മനുഷ്യ സഹോദരത്തിനും മാനുഷിക ഏകീകരണത്തിനും മനുഷ്യ സ്നേഹത്തിനും യാതൊരു വൈജാത്യങ്ങളോ വ്യത്യാസങ്ങളോ ഇല്ലാതെ തുറന്നു പ്രഖ്യാപിച്ച മഹാനായ നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമ അവിടെ വെച്ചുകൊണ്ട് പ്രഖ്യാപിച്ചു, ഇതാ ഈ കൂടിയിരിക്കുന്ന അറബികളെ 1,20,000 വരുന്ന സഹാബത്തിനെ മുൻനിർത്തിയും കൊണ്ട്, അറബികളാകുന്ന അവരെ മുൻനിർത്തിയും കൊണ്ട് മുഹമ്മദ് നബി പറയുകയാണ്, ഇതാ അറബികളാകുന്ന നിങ്ങൾക്ക് അനർബിയേക്കാൾ ശ്രേഷ്ഠതയില്ല, വെളുത്തവന് കറുത്തവനേക്കാൾ പോരിശയില്ല. അങ്ങനെ ഒരു നിലക്കും അറബിക്ക് അനറബിയേക്കാളും വെളുത്തവനേക്കാളും ഒരു നിലക്കുമുള്ള ഫضലില്ല, ശ്രേഷ്ഠത
ദൈവനിഷ്ഠയിൽ മാത്രമാണ്, ധാർമ്മിക നിഷ്ഠയിൽ മാത്രമാണ്, അള്ളാനെ ഭയപ്പെടുന്ന കാര്യത്തിൽ മാത്രമാണ്. അതാണ് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്, സൂക്ഷിക്കേണ്ടത്. അയ്യുഹന്നാസ്, ഓ മനുഷ്യരെ. പരിശുദ്ധ ഖുർആൻ സൂറത്തുൽ ഹുജറാത്തിലെ ഞാൻ നിങ്ങളെ ഓതി കേൾപ്പിച്ച 13ാമത്തെ ആയത്ത് പറയുന്ന കാര്യം അതാണ്. നമുക്കും ഈ ഈദുമായി ബന്ധപ്പെട്ടുകൊണ്ട് പറയുവാനുള്ള സന്ദേശങ്ങൾ ഇതാണ്. മനുഷ്യരെല്ലാം കുല്ലുക്കും മിൻ ആദം, എല്ലാവരും ആദമിന്റെ മക്കളാണ്. ആ ആദം മണ്ണിൽ നിന്നാണ്, നിന്റെ മടക്കവും മണ്ണിലേക്കാണ്. എല്ലാവരും മനുഷ്യരെല്ലാം ഒന്നാണ്. മാനുഷിക വിഷയത്തിൽ മനുഷ്യരെ നിങ്ങളൊക്കെ ഒന്നാണ്. ധർമ്മനിഷ്ഠ പുലർത്തുന്നവൻ ദൈവത്തിന്റെ അടുക്കൽ, അള്ളാഹിന്റെ അടുക്കൽ സ്ഥാനീയനായിരിക്കാം. അത് നാളെ പരലോകത്തെത്തുമ്പോഴാണ് അത് എന്താണ് എന്ന് തീരുമാനിക്കപ്പെടുക, നമുക്ക് അറിയുവാൻ കഴിയുക. യാ അയ്യുഹന്നാസ്, മനുഷ്യരെ, ഇന്നാ ഖലഖനാകും മിൻ ദക്കരിൻ വ ഉൻസ, ഒരു ആണിൽ നിന്നും ഒരു പെണ്ണിൽ നിന്നുമാണ് നിങ്ങളെ നാം സൃഷ്ടിച്ചിരിക്കുന്നത്. നിങ്ങളെ നമ്മൾ ഗോത്രങ്ങളും വർഗങ്ങളും ആക്കിയിരിക്കുന്നത് നിങ്ങളുടെ ഒരു വ്യതിരക്തതയ്ക്ക് വേണ്ടിയാണ്, തിരിച്ചറിവിന് വേണ്ടിയാണ്. പരസ്പരമുള്ള അറിവ് മാത്രമാണ് അതിന്റെ ഉദ്ദേശം. ചണ്ട കൂടുവാനോ അടിയുണ്ടാക്കുവാനോ കച്ചറയുണ്ടാക്കുവാനോ വർഗീയവാദി, തീവ്രവാദി, ഭീകരവാദി ഒന്നുമില്ല. അങ്ങനെയുള്ള യാതൊരു പരിപാടിയില്ല. നിങ്ങളിൽ വ്യതിരക്തതയ്ക്ക് വേണ്ടി. ഇന്ന അക്രമക്കും ഇൻദല്ലാഹി അത്തഖാക്കും, നിങ്ങളിൽ ഏറ്റവും മാന്യൻ അള്ളാഹുവിന്റെ അടുക്കൽ മാന്യൻ, അത്തഖാക്കും നിങ്ങൾ ഏറ്റവും ധർമ്മനിഷ്ഠ പുലർത്തുന്നവനാണ്. ഇന്നല്ലാഹ അലീമുൽ ഖബീർ, ഈ കാര്യങ്ങളെ പറ്റിയെല്ലാം അള്ളാഹു എല്ലാം അറിയുന്നവനും വളരെ സൂക്ഷ്മജ്ഞനുമാകുന്നു എന്ന് പരിശുദ്ധ ഖുർആൻ ഈ വിഷയകമായി സൂറത്തുൽ ഹുജറാത്തിലെ 13ാമത്തെ ആയത്തിൽ പറയുകയുണ്ടായി. മറ്റൊന്ന്, മനുഷ്യന്റെ രക്തവും അവന്റെ അഭിമാനവും അവന്റെ ധനവും പവിത്രമാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ആ പവിത്രതയെ മുഹമ്മദ് നബി നമുക്ക് പരിചയപ്പെടുത്തുന്നത് ആ രാജ്യം പവിത്രമാണ്, ആ മാസം പവിത്രമാണ്, ഈ മാസം പവിത്രമാണ്. അതേ പ്രകാരം അന്ന് റസൂലുള്ളാഹ് കയറി നിന്നുകൊണ്ട് ആ ദിവസത്തിന്റെ പവിത്രത, ഈ മൂന്നും പവിത്രമാണ്. ഇതുപോലെ മനുഷ്യരെ, നിങ്ങളുടെ രക്തം പവിത്രമാണ്, നിങ്ങളുടെ അഭിമാനം പവിത്രമാണ്, നിങ്ങളുടെ ധനം പവിത്രമാണ്. അതുകൊണ്ട് പരസ്പരം ആക്രമിക്കുവാനോ ഇടപെടുവാനോ പരസ്പരമുള്ള ധനത്തിന് വേണ്ടിയുള്ളതായിരിക്കുന്ന അനർഹമായ രീതിയിൽ കൈക്കലാക്കുവാനോ പാടില്ലാത്തതാണ് എന്ന് നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മനുഷ്യാവകാശ പ്രഖ്യാപനത്തിന്റെ തുടർന്നുകൊണ്ട് മനുഷ്യതായിരിക്കുന്ന നിലയും കൽപ്പിക്കപ്പെട്ടു. ഇന്നിന്റെ സാഹചര്യത്തിൽ ഒരൊറ്റ ബോംബ് കൊണ്ട് ആയിരങ്ങളെ കൊന്നെടുക്കുന്ന യൂറോപ്യൻ ട്രംപുമാരോട് നമ്മൾക്ക് പറയുവാനുള്ളത്, അല്ലയോ ട്രംപേ, ഞങ്ങളുടെ പ്രവാചകൻ പറഞ്ഞിരിക്കുന്നു, ഞങ്ങളുടെ പ്രവാചകൻ പറഞ്ഞിരിക്കുന്നു, ആ മറ്റുള്ളവന്റെ രക്തത്തിൽ ഇടപെടാൻ പാടില്ല, അവിടെ ജാതിയോ മതമോ നോക്കാൻ പാടില്ല, മറ്റുള്ളവരുടെ ധനത്തിൽ ഇടപെടാൻ പാടില്ല. കറുത്തവനെ നിഷ്ഠൂരമായി കൊല ചെയ്യുന്ന യൂറോപ്യൻ വെള്ളക്കാരെ ഞങ്ങളെ പ്രവാചകൻ പറഞ്ഞിരിക്കുന്നു, വെളുത്തവന്റെ പ്രത്യേകതയില്ല കറുത്തവനേക്കാൾ ഈ കാലഘട്ടത്തിൽ പ്രത്യേകിച്ചും നാം ഉദ്ഘോഷിക്കേണ്ട, നാം പരസ്യമായി പറയേണ്ട, ഈ പ്രഖ്യാപനം ആവർത്തിക്കേണ്ട സമയമാണ്, സന്ദർഭമാണ് ഈ പെരുന്നാൾ, ഈ ബലിപെരുന്നാൾ എന്നുകൂടെ നമ്മൾ സാന്ദർഭികമായി മനസ്സിലാക്കുക. അടുത്തത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അവരുടെ ആജ്ഞാന കാലഘട്ടത്തിൽ അവർക്കിടയിൽ വിദ്വേഷവും പകയും ഒക്കെ ഉണ്ടായിരുന്നു, അവർക്കിടയിൽ കുഴപ്പങ്ങൾ ഉണ്ടായിരുന്നു, കൊലപാതകം ഉണ്ടായിരുന്നു. റസൂലുള്ളാഹി ആരംഭിക്കുന്നത് തന്റെ കുടുംബത്തിന്റെ പ്രതികാരത്തെ മാപ്പ് ചെയ്തുകൊണ്ടാണ്. അബ്ദുൽ മുത്തലിബിന്റെ പേരക്കുട്ടിയാകുന്ന ആമിർ ഇബ്നു റബീഅത്ത് എന്ന കുഞ്ഞിനെ ബനൂ സഅദ് ഗോത്രക്കാരിൽ വളർത്താൻ വേണ്ടി കൊടുത്തപ്പോൾ ഹുസൈൽ ഗോത്രക്കാർ ആ കുഞ്ഞിനെ കൊന്നുകളഞ്ഞു. അതിന്റെ പ്രതികാര മനസ്സ് അബ്ദുൽ മുത്തലിബിന്റെ പേരമക്കളെ മനസ്സിലുണ്ട്. റസൂലുള്ളാഹി പറഞ്ഞു, ഞാൻ അബ്ദുൽ മുത്തലിബിന്റെ പേരക്കുട്ടിയാണ്. ഇതാ ജാഹിലിയ്യ കാലഘട്ടത്തിൽ ഉണ്ടായിരുന്ന രക്തത്തിന്റെ പ്രതികാരം ചോദിക്കൽ, അതിന്റെ പ്രതിഷ്ഠ നടപ്പിലാക്കൽ, അതിന്റെ മറുപടി ചോദിക്കൽ പാടില്ലാത്തതാണ്. എന്റെ കാൽക്കൽ താഴെ ഞാൻ ചവിട്ടി താഴ്ത്തി മൂടിയിരിക്കുകയാണ്. ആദ്യമായി ഞാൻ കുഴിച്ചു മൂടുന്ന പ്രതികാരം എന്റെ കുടുംബക്കാരന്റെ തന്നെയാണ് എന്ന് പറഞ്ഞുകൊണ്ട് റസൂലുള്ളാഹി ആ കുഞ്ഞിന്റെ പേരടക്കം പറയുകയുണ്ടായി. ഇവിടെയാണ് നമ്മൾ പറയുന്നത്, പ്രതികാരമല്ല ഒന്നിനും പരിഹാരം. വല്ല പ്രശ്നങ്ങളോ പ്രയാസങ്ങളോ ഉണ്ടായാൽ അതിനെ അതേ ഭാഷയിൽ തിരിച്ചടിക്കലല്ല പ്രതികാരം.
റസൂലുള്ളാഹി മാപ്പ് നൽകി, വിടുതൽ നൽകി. തന്നെയുമല്ല, അത് തന്റെ കുടുംബത്തിൽ നിന്നായിട്ട് പോലും, ഉന്നതരായിട്ട് പോലും, അബ്ദുൽ മുത്തലിബിന്റെ പേരക്കുട്ടിയായിട്ട് പോലും അത് വിട്ടു നൽകി എന്നുള്ളതാണ് ഇസ്ലാമിന്റെ പാരമ്പര്യം, ചരിത്രം എന്ന സന്ദേശം പ്രത്യേകിച്ച് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. മറ്റൊന്ന് സാമ്പത്തിക ചൂഷണം. ജാഹിലിയ്യ കാലഘട്ടത്തിൽ നിലനിന്നിരുന്ന സാമ്പത്തിക ചൂഷണങ്ങൾ എന്ന റിബ, പലിശ എന്ന് പറയുന്നത് പാവപ്പെട്ടവരെ കൂടുതൽ പാവപ്പെട്ടവരാക്കുകയും പണക്കാരനെ കൂടുതൽ തടിപ്പിക്കുകയും ചെയ്യുന്ന സമ്പ്രദായത്തിനാണ് അന്നും ഇന്നും എന്നും റിബ, പലിശ എന്ന് പറയുന്നത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, എന്റെ പിതൃവ്യൻ അഥവാ അബ്ബാസ് റളിയല്ലാഹു അൻഹു, എന്റെ ആപ്പ ജാഹിലിയ്യ കാലഘട്ടത്തിലെ വലിയ പലിശക്കാരനായിരുന്നു. നിങ്ങൾക്കറിയാമല്ലോ. അതുകൊണ്ട് അദ്ദേഹത്തിന് കിട്ടേണ്ടതായ ഒരുപാട് പലിശ ഒരുപക്ഷെ ഉണ്ടായേക്കാം. പക്ഷേ ഞാനിതാ എന്റെ കാൽപാദങ്ങൾക്ക് താഴെ അത് കുഴിച്ചു മൂടി ചവിട്ടി താഴ്ത്തി ഇതാ റസൂലുള്ളാഹി പറഞ്ഞത്. ഇനി ആരും ആ കാര്യത്തിൽ ഭയപ്പെടേണ്ട. പലിശ ഇന്നു മുതൽ നിഷിദ്ധമാക്കിയിരിക്കുകയാണ്, ഹറാമാണ്. അതിന്റെ പരസ്യ പ്രഖ്യാപനം ഞാൻ ഇവിടെ വെച്ച് നടത്തുകയാണ് എന്ന് പറഞ്ഞുകൊണ്ട്, തന്റെ അളാപ്പായുടെ പേരെടുത്ത് പറഞ്ഞുകൊണ്ട്, ഇതാ ആദ്യമായി ഞാൻ ചവിട്ടി താഴ്ത്തുന്ന, ആദ്യമായി ഞാൻ കുഴിച്ചു മൂടുന്നത് എന്റെ അളാപ്പയുടെ പലിശയാണ് എന്ന് പറഞ്ഞു മുഹമ്മദ് നബി നിഷിദ്ധമാക്കി. ഇലാ യൗമിൽ ഖിയാമ, ഖിയാമത്ത് നാൾ വരെയുള്ള ആളുകൾക്ക് അത് ഹറാമാണ് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ അവിടെ വെച്ച് പ്രഖ്യാപിക്കും. ഇതെല്ലാം പറയുമ്പോൾ ഓരോ പദങ്ങൾക്കും ഓരോ വിഷയങ്ങൾക്കും അയ്യുഹന്നാസ്, 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 ഓ മനുഷ്യരെ, ഓ ജനങ്ങളെ, ലോകത്തുള്ള മുഴുവൻ മനുഷ്യരും ഖിയാമത്ത് നാൾ വരെയുള്ള, അത് മുസൽമാനാവട്ടെ ഗൈർ മുസ്ലിം ആവട്ടെ, മതമുള്ളവനാവട്ടെ ഇല്ലാത്തവനാവട്ടെ, എല്ലാവരും അറിയേണ്ടതും ഒരു സമൂഹത്തിൽ ജീവിക്കുമ്പോൾ പ്രായോഗികവൽക്കരിക്കേണ്ടതുമായ കാര്യങ്ങളെ പറ്റിയാണ് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പരിചയപ്പെടുത്തുന്നത്. അതിലുപരി ഇത് പരലോകത്തേക്ക് അനിവാര്യവും കൂടിയാണ്. തൊട്ടടുത്തത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഭാര്യമാരോടും ഭർത്താക്കന്മാരോടും നിങ്ങൾക്ക് പരസ്പരം അവകാശങ്ങളുണ്ട്. നിങ്ങൾ അല്ലാഹുവിന്റെ നാമം ഉച്ചരിച്ചുകൊണ്ടാണ് അവരെ സംരക്ഷിച്ചു കൊള്ളാമെന്നുള്ള അമാനത്ത് ഏറ്റെടുത്തിരിക്കുന്നത്. അതുകൊണ്ട് നിങ്ങൾ ചോദ്യം ചെയ്യപ്പെടും പരലോകത്ത്. ഭാര്യ ഭർത്തൃ ബന്ധത്തെ സംബന്ധിച്ച് നമ്മൾ എപ്പോഴും മനസ്സിലാക്കുന്നത് കൊണ്ട് കൂടുതൽ ഞാൻ പറയുന്നില്ല. പിന്നീട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഇന്നത്തെ മുസ്ലിം ഉമ്മത്ത് അനൈക്യത്തിലാണ്. ചൊവ്വാഴ്ച പെരുന്നാൾ കഴിച്ചവനുണ്ട്, ബുധനാഴ്ച കഴിച്ചവനുണ്ട്, വ്യാഴാഴ്ചയാകുന്ന ഇന്നാണ് നമ്മൾ കഴിക്കുന്നത്. റസൂൽ പറഞ്ഞു, നിങ്ങൾക്കിടയിൽ അനൈക്യമുണ്ടാകുമ്പോൾ, അഭിപ്രായ വ്യത്യാസമുണ്ടാകുമ്പോൾ അതിനുള്ള ഒരു മരുന്ന്, അതിനുള്ള ഒരു ചികിത്സ ഞാൻ പറഞ്ഞു തരാം. അതേതാ? ഞാൻ നിങ്ങൾ ഇട്ടേച്ചു പോകുന്നത് പരിശുദ്ധ ഖുർആനും തിരുസുന്നത്തുമാണ്. ഇത് രണ്ടും മുറുകെ പിടിക്കുന്നിടത്തോളം കാലം നിങ്ങൾക്കിടയിൽ അനൈക്യമുണ്ടാകയില്ല. അനൈക്യമുണ്ടാവുകയാണെങ്കിൽ നിങ്ങൾ തനാസായിട്ടും പരിശുദ്ധ ഖുർആനിലേക്കും തിരുസുന്നത്തിലേക്കും മടക്കണമെന്ന് നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയുണ്ടായി. ഓരോരുത്തരുടെയും ബുദ്ധിക്കനുസരിച്ച് വ്യാഖ്യാനിച്ച് ഒപ്പിച്ചുകൊണ്ട് സമൂഹത്തിൽ ഭിന്നിപ്പും കുഴപ്പവും ഉണ്ടാക്കുന്നുണ്ട്, നമുക്കറിയാവുന്നതാണ്. പക്ഷെ നാം ആരും അതിന്റെ ആളുകളാവാൻ പാടില്ല. അതിൽ വാക്കുകൊണ്ടോ നോക്കുകൊണ്ടോ സമ്പത്ത് കൊണ്ടോ അത്തരക്കാരെ നയാ ചില്ലി പൈസ കൊടുത്ത് സഹായിക്കാൻ പാടില്ല. അത് സമൂഹത്തിൽ അനൈക്യമുണ്ടാക്കുന്ന കാര്യമാണ് എന്ന് പ്രത്യേകം മനസ്സിലാക്കുക. അടുത്തത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ തന്റെ ജബൽ ഹിറായിൽ വെച്ചുകൊണ്ട്, അഥവാ ജബൽ നൂറിൽ വെച്ചുകൊണ്ട് നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമ ഒറ്റയാനായി നബി തങ്ങൾ അവിടെ വെച്ച് തുടങ്ങിയതായിരിക്കുന്ന ദഅവത്തുമായി ബന്ധപ്പെട്ട കാര്യമാണ് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത്. അഥവാ ജബൽ നൂറിൽ വെച്ചുകൊണ്ട് മുഹമ്മദ് നബിയോട് ജിബ്രീൽ വന്നുകൊണ്ട് പറയുന്നു, എന്ന ആ ആയത്ത് ഓതിയും കൊണ്ട് മുഹമ്മദ് നബിയോട് ഈ ആയത്ത് കൽപ്പിക്കുമ്പോൾ, എഴുതാനും വായിക്കാനും വേണ്ടി പറയുമ്പോൾ, അല്ലാഹുവിന്റെ റസൂലിന്റെ കൂടെ ഒരു മനുഷ്യനില്ല. ആ ഇഖ്റയിലൂടെ തുടങ്ങിയതായിരിക്കുന്ന ആ സന്ദേശം
23 വർഷങ്ങൾ കഴിഞ്ഞപ്പോൾ മക്ക മുതൽ മദീന മുതൽ അറബ് കൺട്രിക്ക് പുറത്തേക്ക് വരെ വ്യാപിപ്പിച്ചുകൊണ്ട് തന്റെ കൂടെ തന്നെ 1,20,000 ആളുകളെയും കൊണ്ടാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അറഫയിൽ നിന്നത്. നമുക്കിപ്പോ 25 ലക്ഷം വലിയ അത്ഭുത, 30 ലക്ഷം വലിയ അത്ഭുത. ഈ കാലത്ത് അല്ലാഹുവിന്റെ റസൂൽ തന്നെ 1,20,000 ആളുകളുമായിട്ടാണ് ഹജ്ജ് വന്നത്. അപ്പൊ 30 ലക്ഷം 40 ലക്ഷം ഇന്നത്തെ കാലത്ത് അത്ഭുതമല്ല. അവിടെ വെച്ചുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പ്രഖ്യാപിക്കുന്നൊരു പ്രഖ്യാപനമുണ്ട്. എന്നെ ഇവിടെ വെച്ചുകൊണ്ട് നിങ്ങൾ അടുത്ത കൊല്ലം കണ്ടില്ലെന്ന് വന്നേക്കാമെന്ന് പറഞ്ഞല്ലോ. ആ സന്ദേശമാണ് അൽയൗമ അക്മൽതു ലക്കും ദീനക്കും വഅത്മംതു അലൈക്കും നിഅമതി എന്ന് തുടങ്ങുന്ന ആയത്തിലൂടെ, അഥവാ ഒരു മല മുകളിൽ വെച്ചുകൊണ്ട് ഇഖ്റ ഇറങ്ങിയെങ്കിൽ ഇതാ ഇപ്പുറത്തെ ജബലുർ റഹ്മ എന്ന് പറയുന്ന അറഫ ഉൾക്കൊള്ളുന്ന മലയിൽ വെച്ചുകൊണ്ട് അൽയൗമ അക്മൽതു ലക്കും ഇതാ മുഹമ്മദ് നബിയെ ദീൻ പൂർണ്ണമായിരിക്കുകയാണ്. കണ്ടാ, ജബലുൻ നൂർ കൊണ്ട് തുടങ്ങി ജബലുർ റഹ്മ കൊണ്ട് അവസാനിക്കുന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ദഅവത്തിന്റെ സന്ദേശം അല്ലാഹ് ഇതാ പൂർത്തിയാക്കാൻ ഒരുങ്ങുകയാണ്. അൽയൗമ അക്മൽതു ലക്കും ദീനക്കും വഅത്മംതു അലൈക്കും നിഅമതി വറദീതു ലക്കുമുൽ ഇസ്ലാമ ദീനാ. ആയത്തിന്റെ അർത്ഥം പറയേണ്ടതില്ല, എല്ലാവർക്കും അറിയാവുന്നതാണ്. ആ പൂർത്തീകരണം റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ വിടവാങ്ങലിന്റെ ഭാഗമാണ്. അതാ ഹജ്ജത്തുൽ വിദാഅ്, വിടവാങ്ങൽ ഖുത്ബത്തുൽ വിദാഅ്, വിടവാങ്ങൽ പ്രസംഗം, വിടവാങ്ങൽ ഹജ്ജ് എന്ന് പേര് വരുവാൻ കാരണം മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഈ കാര്യങ്ങൾ 23 വർഷക്കാലം കൊണ്ട് നടന്നുകൊണ്ട് ഇന്നത്തെ പോലെ സൗകര്യമില്ലാത്ത, പണമില്ലാത്ത, സ്വാധീനമില്ലാത്ത, സമ്പത്തില്ലാത്ത, അനുയായികളില്ലാത്ത ഒരു കാലഘട്ടത്തിൽ താൻ വിശ്വസിച്ച തൗഹീദും താൻ ഉൾക്കൊള്ളുന്ന സുന്നത്തും ജനങ്ങൾക്കിടയിൽ പ്രഖ്യാപിച്ചുകൊണ്ട് അല്ലാഹുവിനെ മാത്രം ഭയപ്പെട്ടുകൊണ്ട് 23ാമത്തെ കൊല്ലത്തിൽ പൂർത്തിയാക്കുമ്പോൾ മുഹമ്മദ് നബി അവിടെ കൂടിയ 1,20,000 സഹാബത്തിനെ മുൻനിർത്തിയും ചോദിക്കുകയാണ്, ഇതാ എന്നെ സംബന്ധിച്ച് നാളെ പരലോകത്ത് നിങ്ങളോട് ചോദിക്കും കേട്ടോ. ആരാണ് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ? ആ റസൂൽ പറയുകയാണ്, മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്, വ ഇന്നക്കും തുസ്അലൂന അന്നി യൗമൽ ഖിയാമ. ഞാൻ നബിയാണ്, പ്രവാചകനാണ്, സ്വർഗ്ഗാവകാശിയാണ്, എല്ലാം ശരിയാണ്. പക്ഷേ എന്നെ സംബന്ധിച്ച് നിങ്ങളോട് നാളെ പരലോകത്ത് ചോദിക്കപ്പെട്ടാൽ നിങ്ങൾ എന്ത് മറുപടി പറയും? സഹാബത്തെ തൊണ്ടയിടുകയാണ്, സഹാബത്തിന് തൊണ്ടയിടുകയാണ്. നിങ്ങൾ എന്താ എന്നെ പറ്റി പറയുക? അതിന്റെ പിന്മറക്കാരാണ് നമ്മൾ. ദഅവത്തിൽ എത്ര കണ്ട് നമ്മൾ സജീവരാണ്. ദഅവത്തിൽ ഖുർആൻ പഠിക്കാൻ 1 മണിക്കൂർ എനിക്ക് ഒഴിവിടണം. എന്താ ആഴ്ച ഇല്ല, നബിന്റെ ഉമ്മത്താണത്രേ. 1 മണിക്കൂർ സമയം ഒരാഴ്ചയിൽ ഖുർആൻ പഠിക്കാൻ സമയമില്ലാത്തവൻ 23 വർഷക്കാലം ഒരു മല കൊണ്ട് തുടങ്ങി അടുത്ത മല കൊണ്ട് അവസാനിക്കുന്ന ശക്തമായ സന്ദേശം അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ. അവിടെ കുടുംബമോ മറ്റു തടസ്സങ്ങളോ കാലാവസ്ഥയോ മഴയോ വെയിലോ സൗകര്യമോ യാത്രയോ വാഹനമോ ഒന്നും പ്രശ്നമല്ല. ആ റസൂൽ ചോദിക്കുകയാണ്, എന്ത് പറയും നിങ്ങൾ? സ്വഹാബത്ത് പറയുകയാണ് മറുപടി, ഞങ്ങൾ സാക്ഷ്യം വഹിക്കുന്ന പരലോകത്ത് എന്ത്? അന്നക ഖദ് ബല്ലഗത വഅദൈത വനസഹത. പ്രവാചകരെ, നിങ്ങൾ നിങ്ങളുടെ ഡ്യൂട്ടി നിർവഹിച്ചിട്ടുണ്ട്, നിങ്ങൾ പ്രബോധനം നടത്തിയിട്ടുണ്ട്, നിങ്ങൾ ഞങ്ങളെ ഉപദേശിച്ചിട്ടുണ്ട്, നിങ്ങൾ ഞങ്ങളെ ഗുണദോഷിച്ചിട്ടുണ്ട്. 1,20,000 സഹാബത്തും തൊണ്ടയിടുകയും കൊണ്ട് ഒരേ സ്വരത്തിൽ ഇത് പറയുമ്പോൾ റസൂലുള്ളാഹി കൈ ചൂണ്ടിയും അല്ലാഹുമ്മ അശ്ഹദ് അല്ലാഹുമ്മ അശ്ഹദ് അല്ലാഹുമ്മ അശ്ഹദ്, അല്ലാഹുവേ നീയാണ് സാക്ഷി, നീയാണ് സാക്ഷി, നീയാണ് സാക്ഷി എന്ന് പറഞ്ഞുകൊണ്ട് മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആ പ്രഭാഷണം അവസാനിക്കുക. അതിന്റെ സുപ്രധാനമായ ഭാഗങ്ങൾ മാത്രമാണ് ഞാനിപ്പോൾ നിങ്ങളെ ശ്രദ്ധയിൽപ്പെടുത്തിയത്. ബല്ലിഹു അന്നി വലോ ആയ, ബല്ലിഹു അന്നി വലോ ആയ. നിങ്ങൾക്ക് ലഭിച്ചത് ഒരു ആയത്താണെങ്കിൽ
ആ ആയത്തെങ്കിലും നിങ്ങൾ ജനങ്ങൾക്ക് എത്തിച്ചു കൊടുക്കണം എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയുണ്ടായി. അതുകൊണ്ട് ഖലീലുള്ളാഹി ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ മാതൃകയും അതിന്റെ പൂർത്തീകരണത്തിന്റെ മാതൃകയാകുന്ന മുഹമ്മദ് നബിയുടെ മാതൃകയും ഉൾക്കൊണ്ടുകൊണ്ട് നാം ജീവിക്കാൻ സന്നദ്ധരാവുക. ഉദ്ഹിയ്യത്തും ബലിയും പെരുന്നാളും ഈദുമെല്ലാം ഒരു ആരാധനയാണ്. ആഘോഷം എന്ന മലയാളത്തിൽ പേര് മാത്രമേ ഉള്ളൂ. ഇതൊരു ഇബാദത്താണ്, ആരാധനയാണ്. ആഘോഷം ആഘോഷിക്കാം, പുതുവസ്ത്രം ധരിക്കാം, നല്ല ഭക്ഷണം ഉണ്ടായി കഴിക്കാം, വീടുകളിൽ പോയി സന്ദർശിക്കാം. ഇങ്ങനെയുള്ള ഒരുപാട് സുന്നത്തായ കാര്യങ്ങൾ പെരുന്നാളുമായി ബന്ധപ്പെട്ട് നമുക്കറിയാവുന്നതാണ്. അത് പ്രത്യേകം എടുത്തു പറയേണ്ടതില്ല. അതുകൊണ്ട് നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഈ സന്ദേശമാണ് ഈ ഈദിന്റെ ഭാഗമായി നിങ്ങൾക്ക് നൽകുവാനുള്ളത്. ചില ആളുകൾക്ക് എഴുന്നേറ്റ് പോകുന്നുണ്ട്. ഇവന്റെയൊക്കെ വിചാരണ്ട, ഇവരോട് ഇരിക്കാൻ പോലും നേരില്ല, അരമണിക്കൂർ സമയം. അതുകൊണ്ട് ശ്രദ്ധിക്കുക, ഈദ്ഗാഹിന്റെ ഭാഗമായി ഒരു കളക്ഷൻ ഉണ്ട്. ബിലാൽ റളിയല്ലാഹു അൻഹുവിന്റെ തട്ടം പിടിച്ചുകൊണ്ട് സ്ത്രീകളുടെ ഭാഗത്തേക്ക് വരെ പറഞ്ഞയച്ചു എന്ന് പറയുന്ന ഒരു പ്രധാനപ്പെട്ട ഒരു സദഖ ഇതിന്റെ ഭാഗമായി ഉണ്ട്. എല്ലാവരും അതിൽ പങ്കാളികളാവുക. അത് ഇതിന്റെ നടത്തിപ്പിന് വേണ്ടി എടുക്കാനുള്ള ഉദ്ദേശത്തിൽ മാത്രമല്ല, അത് മനസ്സിലാക്കണം നിങ്ങൾ. ഓരോരുത്തരുടെയും പ്രവാചക ചര്യയുടെ ഭാഗമായുള്ള ഒരു സദഖയാണത് എന്ന് പ്രത്യേകം ഓർമ്മപ്പെടുത്തുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ ആഘോഷങ്ങളെയും ഈ ആരാധനാകർമ്മങ്ങളെയും ഈ ഈദുമെല്ലാം നമ്മിൽ നിന്ന് സ്വീകരിക്കുമാറാവട്ടെ. അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ വലില്ലാഹിൽ ഹംദ് എന്ന ആ തക്ബീറിന്റെ അർത്ഥസാരം ഉൾക്കൊണ്ടുകൊണ്ടായിരിക്കണം ജീവിക്കേണ്ടത്. അത് പോത്തിനറക്കുമ്പോൾ ചൊല്ലാനുള്ളതല്ല. അല്ലാഹു അക്ബർ എന്നുള്ള ചെല്ലണ്ടെന്നല്ല, അത് ചെല്ലണം, അത് വേറെ കാര്യം. അപ്പോൾ മാത്രം ചെല്ലാനുള്ളതല്ല. അല്ലാഹു അക്ബർ എന്ന് പറഞ്ഞാൽ എനിക്ക് ഏറ്റവും വലിയവൻ അല്ലാഹുവാണ്. അവന്റെ കൽപ്പനയാണ്, അവന്റെ സന്ദേശമാണ്, അവന്റെ നിർദ്ദേശമാണ്. അത് പാലിക്കുന്നതിൽ എനിക്ക് മറ്റാരെയും ഭയപ്പാടില്ല എന്ന ആ അല്ലാഹു അക്ബറിന്റെ സന്ദേശം ഉൾക്കൊണ്ടുകൊണ്ട് ജീവിക്കുവാൻ അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. നമ്മളെ പ്രാർത്ഥന അല്ലാഹു ഉൾക്കൊള്ളുമാറാവട്ടെ. പ്രയാസങ്ങൾക്ക് അല്ലാഹു ഈ സ്ഥലം അനുവദിച്ചു തന്ന ആളുകൾക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല അതിനൊക്കെ പ്രതിഫലം നൽകുമാറാവട്ടെ. അവർക്ക് നന്ദി പ്രത്യേകം അറിയിക്കുകയാണ്. വിശ്വാസികളായി തൗഹീദോടുകൂടി മരണപ്പെട്ടു പോയ ആളുകൾക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല പുറത്തു കൊടുക്കുമാറാവട്ടെ. ആഘോഷത്തിന്റെ ഭാഗമായുള്ള എല്ലാ ഇബാദത്തുകളും അല്ലാഹു നമ്മിൽ നിന്ന് സ്വീകരിക്കുമാറാവട്ടെ. ഇതിന്റെ സദഖയും ഇതിന്റെ ദാനധർമ്മങ്ങളും നമ്മൾ ഈ പറഞ്ഞതും കേട്ടതുമെല്ലാം ഒരു സൽക്കർമ്മമായി അല്ലാഹു സ്വീകരിക്കുമാറാവട്ടെ. ഈ സന്ദേശം ഉൾക്കൊണ്ടുകൊണ്ട് ജീവിക്കുവാൻ അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات الأحياء منهم والأموات إنك مجيب الدعوات وقاضي الحاجات. ربنا ظلمنا أنفسنا وإن لم تغفر لنا وترحمنا لنكونن من الخاسرين. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا